കോഴിക്കോട് വടകരയിൽ കാരവനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന്റെ ശ്രമം. ഫോറൻസിക് യൂണിറ്റ്, ഡോഗ് സ്ക്വാഡ് എന്നിവരെത്തി പരിശോധന തുടരുന്നു. മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. ഡിവൈഎസ്പിയുടെ പ്രതികരണം കാണാം. സംശയിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇനി നമുക്ക് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയാലും മാത്രമേ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. ഈ ആരും ഇതിൻ്റെ സാക്ഷികളായിട്ട് ആരും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഇതും നോക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക്കിൻ്റെയും നമുക്ക് എല്ലാവിധ ഇതിൻ്റെ ആൾക്കാരുടെയും സേവനം നമ്മൾ തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും അവർ വ്യക്തമായിട്ട് പറയാൻ പറ്റൂ. വാഹനത്തിൻ്റെ ഉടമയെ കണ്ടോ? ഉണ്ട്, അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇല്ല, അവർക്കൊന്നും പ്രത്യക്ഷത്തിലൊന്നും അറിയില്ല. പോസ്റ്റ്മോർട്ടം നടപടി ഇന്ന് പൂർത്തിയാക്കുമോ? നടക്കും ഇന്ന് ചെയ്യും. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നടക്കും. അതെ, കോഴിക്കോട് വെച്ച് നടത്തും. ഇവർ പിന്നെ സ്ഥിരമായിട്ട് ഈ വാഹനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അതെ. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇത്തരത്തിൽ വാഹനങ്ങളിൽ AC പ്രവർത്തിപ്പിച്ച് ആ വാഹനത്തിൽ ഉറങ്ങിയ ആളുകൾക്ക് ഇത്തരത്തിൽ മരണമുണ്ടായ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണോ, അതോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾക്ക് ഇടയുണ്ടോ? പോലീസ് സംഘം എന്താണ് പറയുന്നത്? രാജീവ് ആൻഡ് മാധു, സജി, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതാ ഈ കാരവനിൻ്റെ മുൻഭാഗത്ത് അതായത് വാതിൽ പടിയിലായിരുന്നു ഈ മനോജിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഉൾഭാഗത്തായിരുന്നു ജോയലിൻ്റെ, കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലിനെയും കണ്ടെത്തിയിരുന്നത്. ഇതിൽ കാർബൺ മോണോക്സൈഡ് ആകാം, ഒരു പക്ഷേ ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതുകൊണ്ടാവാം ഇത്തരത്തിൽ മരണകാരണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. ഈ വാതിൽ തുറക്കാനൊന്നും പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ ഇത് പോലീസ് എത്തി ഇത് തുറന്ന് അകത്തേക്ക് കയറിയ സമയത്ത് ഇത്തരത്തിൽ AC പ്രവർത്തിക്കുന്ന രൂപത്തിൽ, അതായത് ലീക്കേജ് ഉള്ള രൂപത്തിൽ കണ്ടിരുന്നു. എന്നാൽ അത് സ്ഥിരീകരിക്കാനാവാത്തൊരു വിവരവുമാണ്. അങ്ങനെ കണ്ടിരുന്നു എന്ന് നാട്ടുകാർ ഇവിടെ നിന്ന് പലരും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ മനോജിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മനോജിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ജോയലിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാരവനിൻ്റെ മുൻപിലുള്ള ക്യാബിൻ ഭാഗത്ത് CCTV ഉണ്ട്. ആ CCTV ഒരുപക്ഷെ അവിടെ ആ ഭാഗത്തെ, അതായത് ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനറും ഇരിക്കുന്ന ഭാഗത്തെ ക്യാമറ പരിശോധിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുമോ എന്നതടക്കം വടകര പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. പക്ഷേ കാരവനിൻ്റെ അകത്തേക്ക് മറ്റു ക്യാമറ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഇതിനോടകം പോലീസ് അറിയിക്കുകയും ചെയ്തു. അതായത് കണ്ണൂരിലേക്ക് ഒരു കാര്യം, നേരത്തെ ഈ വാർത്ത അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കാരവനിൽ ഇവർ എങ്ങനെ വന്നു? ഈ കാരവൻ എവിടെ പോയതാണ്? ആർക്ക് വേണ്ടി പോയതാണ്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതായത് മലപ്പുറം എടപ്പാളിൽ നിന്നും കണ്ണൂരിലേക്ക് ഒരു വിവാഹ സംഘത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്ന് പുറപ്പെട്ട കാരവൻ വാഹനമാണിത്. ഇന്നലെ തിങ്കളാഴ്ച ഉച്ചയോടെ തിരിച്ചെത്തേണ്ടതായിരുന്നു, മലപ്പുറം എടപ്പാളിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ ഈ വടകര എത്തിയ സമയത്ത് ഇവിടെ വടകര ഈ പാലത്തിന് സമീപം ഇത് നിർത്തിയിടുകയും, അതായത് ഇവർ തൊട്ടപ്പുറത്തൊരു KTDC ഉണ്ട്, അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ പോയതാണോ അതോ വിശ്രമത്തിന് വേണ്ടിയിട്ട് ഇവിടെ വാഹനം നിർത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. ഏതായാലും മലപ്പുറത്തെ ഒരുപാട് സമയം ആയിട്ടും എത്താത്തതിനെ തുടർന്ന് വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള പൊന്നാനി സ്വദേശി നാസർ എന്ന് പറയുന്ന വ്യക്തി വടകരയിലുള്ള തന്റെ സുഹൃത്തിനെ വിളിക്കുകയും ആ സുഹൃത്ത് വഴി ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ കാരവന്റെ വാതിൽ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായത്. പിന്നീട് തൊട്ടടുത്തുള്ള നാട്ടുകാരെ എല്ലാം ഇത് അറിയിക്കുകയും പോലീസ് എത്തിയാണ് പിന്നീട് ഈ കാരവന്റെ വാതിൽ തുറക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരാളെ ഈ വാതിൽ പടിയിലും അതുപോലെ തന്നെ കാരവന്റെ ഉൾഭാഗത്ത് മറ്റൊരാളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് പിന്നീടാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു പ്രാഥമിക ആ സമയത്തുള്ളൊരു പരിശോധനയിൽ നാട്ടുകാരെല്ലാം തന്നെ കണ്ടൊരു ഇതിലാണ് AC-യിൽ ഒരു പക്ഷേ ലീക്കേജ് ഉണ്ടായി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാകാം മരണകാരണമെന്ന് പറയാൻ കാരണം. നേരത്തെ പോലീസിനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലൊരു ബ്ലഡ്, അതായത് ശരീരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടതായിട്ടൊന്നും പോലീസും പറയുന്നില്ല. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് രണ്ട് പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ എന്താണ് കൃത്യമായ മരണകാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ.
മാത്രവുമല്ല ഇന്ന് ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അതുപോലെ തന്നെ ഫോറൻസിക് സംഘം അതുപോലെ വിരലടയാള വിദഗ്ധർ ഇവരെല്ലാം തന്നെ കൃത്യമായി പരിശോധന നടത്തിയിട്ടുമുണ്ട്. വാഹനത്തിന്റെ എഞ്ചിൻ സംബന്ധമായ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ദുരൂഹതയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയതായി ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസുകാരൊന്നും പറയുന്നില്ല. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഇതിനുള്ളിൽ പെട്ട് ഒരുപക്ഷെ ഉറങ്ങിയ സമയത്ത് ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാകാം. പക്ഷേ ഇതിൽ ഒന്നും ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. സംശയകരമായി ഒന്നും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല.